അവർ ഓൾറെഡി ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ റിയാലിറ്റി ഷോ മലയാളത്തിൽ അല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഇപ്പം നമ്മൾ മലയാളം ഷോ അതിലൊരു ടാസ്ക് എല്ലാം മലയാളത്തിലാണ് വരുന്നത്. ഒരു ടാസ്ക് ലെറ്റർ പോലും വായിക്കാൻ ആ കുട്ടിക്ക് പറ്റില്ല. അപ്പം എങ്ങനെ ഒരു നോൺ മലയാളിയെ കൊണ്ടുവന്നു? സീസൺ 1 ഷിയാസ് കരീമിന് ഓർമ്മയുണ്ടോ? ഷിയാസ് കരീം വാസ് ഫൺ ബിക്കോസ് അവന് മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. ഈസ് പ്രോപ്പർ ഹാർഡ് കോർ മലയാളിയാണ്, പക്ഷെ വായിക്കാൻ അറിയില്ല. ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഫണ്ണായിരുന്നു. ടാസ്ക് ലെറ്റർ വായിക്കുന്ന അത് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയി, മനസ്സിലായല്ലേ? ഇപ്പം എന്ത് ശരി എന്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. നമ്മളൊരു കാസ്റ്റിംഗ് ചെയ്യുന്നു, ആ ഷോ ആ ഫോർമാറ്റ് ആ വർഷം എന്തായിരിക്കും ഒരു മാച്ച്, ഇപ്പോൾ ഇവരും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തിരിക്കും എന്നുള്ളൊരു ഊഹം ക്രിയേറ്റേഴ്സിന് ഉണ്ടാവുമായിരിക്കുമല്ലോ, അത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സെയിം ബിഗ് ബോസിൽ തന്നെ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് മറ്റ് ഭാഷകളിൽ പോയി മത്സരിക്കാനായിട്ട് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇത്ര വർഷത്തിനുള്ളിൽ മത്സരിക്കാൻ എനിക്ക് മാനദണ്ഡം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലെ മത്സരമായിട്ട് ചെയ്തിട്ടുണ്ട്. മാനദണ്ഡമൊന്നുമില്ല. എന്ത് മാനദണ്ഡം? ഐ തിങ്ക് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എല്ലാവർക്കും എല്ലാ റിയാലിറ്റി ഏത് ഭാഷയിലുള്ള ബിഗ് ബോസ് എഗെയിൻ ഇപ്പം മലയാളം ഏത് ഭാഷയുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും എഗെയിൻ ഇപ്പം ഇവിടെ പോപ്പുലർ ഒരാള് തമിഴിൽ പോപ്പുലർ ആവണം എന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഏതൊരു കണ്ടസ്റ്റന്റിന് ചിലപ്പോൾ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല, ചിലവർക്ക് കിട്ടും, ചിലവർക്ക് അല്ലേ. സോ ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, അവരുടെ ഓഡീഷൻ, ഇതെല്ലാം ബാധകമായിട്ടുണ്ടാവും. താങ്കളുടെ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു മത്സരാർത്ഥി ഇല്ല. അത് വെറുതെ അല്ല, ഞാൻ പറഞ്ഞുതരാം വൈ. ബിക്കോസ് നമുക്ക് ഞാൻ ഷോ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മത്സരാർത്ഥിയെ മാത്രം ഇപ്പം റോബിൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു ഞാൻ സീസൺ മൊത്തം സെറ്റായിരുന്നു ലാസ്റ്റ് മൊമെന്റ് വരെ. എനിക്ക് തോന്നുന്നു 8th വീക്കിലെങ്ങാണ്ടാണ് റോബിൻ പുറത്തു പോകുന്നത്. അതിപ്പോൾ 8th ഷോ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോബിനുണ്ട്, ജാസ്മിനുണ്ട്, യു ആർ 2 സ്റ്റാർ ഫൈറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ട്, എല്ലാവരും ഒക്കെ. ഇത് 1 ഡേ ഈവനിങ് ഷോയിൽ നിന്ന് റോബിനും, അതായത് ജാസ്മിൻ നടന്നു പോകുന്നു, റോബിനെ പുറത്താക്കുന്നു. ഓക്കെ, ഒരു ദിവസം കൊണ്ട് സ്റ്റാർ രണ്ടും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഷോ ഇഫ് യു വോണ്ട് റിവൈവ്. അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞു, എനിക്ക് ഫോൺ കോളുകൾ എത്രയോ പേര് എനിക്ക് ആ സീസണിലാണ് എൻ്റെ പേര് ലീക്കാകുന്നതും ആൾക്കാർ വിളിക്കാൻ തുടങ്ങുന്നതും. എന്നെ ബോംബെ BJP ഓഫീസിൽ നിന്നും അവിടെ നിന്ന് ഇതെന്നൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് തല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷോ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സീസൺ. ഞങ്ങൾ ഫാമിലി വീക്കൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ഫാമിലി വീക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേറെ ടാസ്ക് ഇടുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടെലിഫോൺ കോളിംഗ് ടാസ്ക് സംതിങ്. അവിടെ നിന്ന് 3 ആഴ്ച ആ TRP താഴെ പോയിട്ടില്ല. വി കോട്ട് ഇറ്റ് അപ്പ് ബിക്കോസ് നമ്മളിപ്പോൾ ഒരാളെ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും എന്തെങ്കിലും നമുക്ക് കിട്ടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പേരെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഈ കാസ്റ്റ് നല്ല രീതിയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പം റോൺസൺ, ഇഫ് യു ലുക്ക്, റോൺസൺ ഭയങ്കര ഫൈറ്റർ ഒരു ആളാണെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഷോയിലെ പുള്ളി കുറച്ചും കൂടെ കൂടുതൽ ഫണ്ണായിരുന്നു, അല്ലേ? പക്ഷെ ഫൺ എലിമെന്റ് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നമ്മൾ ഇത് മാത്രം എക്സ്പെക്ട് ചെയ്തു. അയാൾ നല്ല ഇപ്പം ഒരുപാട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്റ്റോറി എഡിറ്റേഴ്സ് ആയിരിക്കുന്നവരും മറ്റേ അവരൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി അവരുടെ ബാക്കിൽ നിന്ന് മാറില്ല. ഇപ്പോൾ സാബു സീസൺ 1 എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം സാബു എവിടെ പോയാലും ക്യാമറ പുറകെ പോകും. അപ്പം നമുക്കറിയണം എവിടെയാണ്. ഇപ്പോൾ സാബു ചില സമയത്ത് പോകുന്നത് സിഗരറ്റ് വലിക്കാനായിരിക്കും. നമുക്കറിയണം. നമ്മൾ കുറച്ച് ദിവസം ഷോ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഒരാൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ ഇവിടെ പോയിട്ട് അവിടെ പോയി കൊളുത്തി കൊടുക്കുമോ അതോ അവിടെ ചെന്നിട്ട് ബാത്റൂമിൽ പോകാനായി, ഇത് നമുക്ക് മനസ്സിലാൻ പറ്റും. ദാറ്റ്സ് ഒബ്സർവേഷൻ ആണത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അവരെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മൾ മാറി കാണും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് തന്നെ ആദ്യം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ കീപ്സ് ചെക്കിങ്. ഇപ്പോൾ നമ്മൾ 2 സാധനം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോറി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ വൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ളവർ എവിടെയാണ്. അതായത് പെട്ടെന്ന് വേറെ ഇപ്പോൾ ബാക്കിയുള്ളവർ, അപ്പോൾ ഇവരുടെ ഇൻഡിവിജ്വൽ മൈക്സും നമുക്ക് കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഫൈറ്റ് തുടങ്ങിയാൽ എങ്ങനെ നമ്മൾ അറിയും നമ്മൾ ഈ സ്റ്റോറിയിൽ തന്നെയാണ്? ഇപ്പോൾ എനിക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് പുറകെ ആണെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. സോ വി ഷുഡ് ബി ഓൾവേസ്
അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ്, ബേസിക്കലി അതൊരു ഹാബിറ്റാണ്, അത് ഹാബിറ്റ് ആക്കി എടുത്തതുമാണ്. ഈ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഇല്ല. ഓക്കെ, ചില കണ്ടസ്റ്റൻറ്റ് ചില സമയത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, പക്ഷേ ഫേവറേറ്റ് ആയത് എല്ലാവരും ഇസ് ഈക്വൽ. നമുക്ക് അത് എന്താണ്, നമുക്ക് ഇതൊരു ഡെയിലി എപ്പിസോഡല്ലേ. ഇപ്പോൾ രാത്രി പോയിരുന്ന ഞാൻ പിറ്റേ ദിവസം എങ്ങനെ എപ്പിസോഡ് ഉണ്ടാക്കണം, എന്തായിരിക്കും കോണ്ടന്റ്, എന്തായിരിക്കും പ്രൊമോ കണ്ടന്റ്, ഇതൊക്കെയാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ പ്രൊമോ വരുമ്പോൾ തന്നെ പ്രൊമോയിൽ എന്തെങ്കിലും ഉണ്ടാവണം. സോ ദർ ഇസ് എ ഫൈറ്റ് ദാറ്റ് പ്രൊമോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റാകും. ചിലപ്പോൾ ഫൈറ്റ് ഒരുപാടായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഹിറ്റാവാൻ വഴിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ സോഫ്റ്റ് സ്റ്റോറി ആയിരിക്കും ഹിറ്റാവുക. സോ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഫൺ ഓഫ് ദ ഷോ. എത്ര പേരാണ് മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ? എനിക്ക് തോന്നുന്നു ഡേ ആൻഡ് നൈറ്റ് ഓൾമോസ്റ്റ് 300 പീപ്പിൾ ഫോർ 16, 17, 18 contestants. എത്ര ആളുകളുണ്ട്? ഉണ്ട്. കാരണം നമ്മൾ ക്യാമറ ഡേ 1 റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പാക്കപ്പ് ഹാപ്പൻസ് ഓൺലി ഓൺ ഡേ 100. ലാൽ സാർ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് 2 പേരെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ അടയ്ക്കുമ്പോൾ ആണ് ലൈറ്റ് പിന്നെ ഓഫ് ആവുക, ലൈറ്റും ക്യാമറയും എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ ആയിക്കൂടെ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഈ ക്യാമറ കഴിച്ച് മാറ്റിയിട്ടുണ്ടാവും പ്രൊഡക്ഷൻ, അത്ര ഫാസ്റ്റാണ് അവിടെ. അരമണിക്കൂറിനുള്ളിൽ ഈ ക്യാമറകളെല്ലാം അഴിച്ചു മാറ്റി വീട് ലോക്ക് ചെയ്ത് ഗാർഡൻ ഏരിയ എവറിത്തിങ് ദേ വിൽ ബി ലോക്ക്ഡ്, ഏനോ. പക്ഷേ രാത്രി രാവിലെ അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് രാത്രി ഒന്നും നടക്കാൻ പാടില്ല. ബിക്കോസ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, സൂസൈഡൽ അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയല്ല, മലയാളത്തിലല്ല, നോട്ട് ഇൻ ഇന്ത്യ. എന്തോ അങ്ങനെ ഓവിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ സോ അപ്പോൾ അതിന് മുമ്പും പുറത്തും ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഈവൻ ബാത്റൂംസ് ദേ ഹവ് പുട്ട് ലൈക്ക് ദോസ് സെമി ട്രാൻസ്പെറൻറ്റ് കൈൻഡ്, ഫുള്ളായിട്ട് അടച്ച ബാത്റൂം അല്ല, ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഇഷ്യൂസ്. സോ ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെയിൻ ഉള്ള ഷോ ആണ്, ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മേക്കേഴ്സിന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഷോ ആണ്. എത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും? ഒരു ഇഷ്യൂ ഉണ്ടായാലും എത്ര സെക്കൻഡ് കൊണ്ട് ബിഗ് ബോസ് പറയുന്ന ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റും? വെരി സൂൺ, ലൈക്ക് 15 to 30 seconds മേ ബി. കാരണം ഇത് ഫുള്ളി ഗാർഡഡ് ആണ്, ചുറ്റും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, അതിന് ചുറ്റും ക്യാമറാമാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഗൈസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.